അയ്യോ, എൻ്റെ ഒരു ഗ്ലൗസ് പോയി ഗൈസ്. എല്ലായിടത്തും വെള്ളം കട്ട പിടിച്ച് കിടപ്പുണ്ട്. ഇതിന്റെ ബാറ്ററി തീർന്ന് ഞാനിപ്പോൾ രണ്ടാമത്തെ ബാറ്ററി ഇട്ടേക്കുന്നതാണ്. തള്ളക്ക് പണ്ട് മുതലേ അഴിച്ചു തിരാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ ടയേർഡാണ്. അതെ, നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഒരു ഹൈക്കിന് ഇറങ്ങിയതാണ്. ഹൈക്കൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ ആ ഹൈക്കിന്റെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ. ഞങ്ങൾ പുതുവർഷമായിരിക്കുന്നതുകൊണ്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സ്ഥലം ഇന്ന് ടിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. For that, any customers that are going to Oxenholme and then on towards Windermere, you will need to change at Lancaster. സോ നമ്മളിപ്പം പ്രസ്റ്റണിൽ നിന്ന് പെൻട്രിത്തിലേക്കുള്ള ട്രെയിൻ കയറിയിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് 25 pounds ആണ് വന്നിട്ടുള്ളൂ. യെസ്, അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 hour പെൻട്രിത്തിലേക്ക്, പിന്നെ അവിടെ നിന്ന് 1 hour ബസ് ലാട്രിക്കിലേക്ക്. സോ ടോട്ടൽ ഒരു 1.5 hours 2 hours നമുക്ക് എത്തിപ്പെടാം എന്നുള്ളൊരു ചെറിയൊരു ഹൈക്കിംഗ് സ്പോട്ടാണ്. സോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സോ നമ്മളിപ്പോൾ പെൻട്രിത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് 11:20 ഈ X4-നാണ് പോകേണ്ടത്. 11:20 കഴിഞ്ഞു, അപ്പം തന്നെ വരേണ്ടതാണ്. സ്റ്റിൽ വെയിറ്റിംഗ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് 1 hour ട്രാവൽ ടു കെസ്വിക്കിൽ നിന്ന് നടക്കാനുണ്ട് ഒരു 2 മണിക്കൂർ. ഹലോ ഗായ്സ്, സോ നമ്മളിപ്പം കെസ്വിക്ക് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 5-6 minutes നടന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നടപ്പ് ഒരു 3 മണിക്കൂറോളം നടപ്പായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. നിങ്ങളിപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കും. ഹായ്, ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ KSVK സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴേ തളർന്നു. തുടക്കത്തിൽ നല്ലൊരു എലിവേഷൻ ആയിരുന്നു, ഭയങ്കര കുത്തനെയുള്ള കയറ്റായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരെയുള്ള പാത്താണ്. ഇനിയും ഒരു 1 hour കൂടെ നടന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്കിഡോ ആ ഒരു മൗണ്ടൻ കാണാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ കുറച്ച് സ്നോ ഡസ്റ്റ് ഒക്കെ വീണിട്ട്. നോക്കാം എത്താൻ പറ്റുമെന്ന്. ഇതിന്റെ അപ്പുറ സൈഡിൽ തന്നെ ആയിരിക്കും. ഇത് മൊത്തം സ്ട്രെയിറ്റ് റോഡാണ്. ഇനി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു റോഡ് കട്ട് ചെയ്ത് കയറണം. യെസ്, നമ്മളിപ്പോൾ താഴത്ത് ലാട്രിക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് ലാട്രിക്കിൻ്റെ സമ്മിറ്റ് വരുന്നത്. നമ്മളപ്പോൾ അവിടെ നിന്ന് സ്കിഡോയിലോട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ സ്കിഡോ വരുന്നത് ഏകദേശം ഈ മൗണ്ടൻ്റെ മുകളിനകത്തായിട്ടാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 1 hour ഉണ്ടാവില്ലേ, ഒരു 1 hour കയറ്റമുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ വ്യൂ എന്ന് അറിയില്ല, മുകളിൽ കുറച്ച് മൂടിയിരിക്കുക, സൺ ആ സൈഡിനകത്തായിട്ടുള്ള. സോ നമുക്ക് നോക്കാം മുകളിലെന്താ അവസ്ഥ എന്ന്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. പക്ഷേ സൺലൈറ്റ് എല്ലാം പോയി, സണ്ണെല്ലാം പോയി. ഇപ്പൊ ഫുള്ള് ഫോഗ്, മഞ്ഞ് എല്ലാം വരാൻ തുടങ്ങുന്നുണ്ട്. അതെ, തണുപ്പും കൂടുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ സ്കിഡോ. യെസ്, മുകളില് സ്നോ ഉണ്ടാവും തോന്നുന്നു. സ്നോ, കട്ട സ്നോ ഉണ്ടാവില്ല, പക്ഷെ ഇതുപോലെ സ്നോ ഡസ്റ്റുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് സ്കിഡോ ലിറ്റിൽ മാൻ്റെ മുകളിലാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്താണ് എനിക്ക് തോന്നുന്നത്, ആ കാണുന്നതാണ് സ്കിഡോ, വലിയ മൗണ്ടൻ. പക്ഷേ അറിയില്ല അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഫുൾ കോടയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡേ ലൈറ്റ് പോകും. പിന്നെ ഇങ്ങോട്ട് വരുന്നോറും ഫുൾ മഞ്ഞാണ്. ഇപ്പോൾ നോക്കി ചുറ്റി നോക്കി മൊത്തം മഞ്ഞ് കവേർഡായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ കണ്ടുപിടിച്ചിരുന്ന് നൈസ്ലി ഒരു കാപ്പി കുടിച്ചിട്ട്, അവിടെ ഒരു ലേക്ക് ഉണ്ട് ചെറുതായിട്ട്. ഈ ലേക്കില് കട്ടയാണോ നോക്കാം. യെസ്, കട്ടയാണ് ഗായ്സ്. എന്റെ ഹൈറ്റ് കൊടിയൊന്നല്ലാതെ. ഫുള്ള് കോടയായി, ഫുൾ മഞ്ഞുമായി. ഓ, നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം ലെയറിംഗ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ വിഷയം തോന്നുന്നില്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ നടക്കാം. എന്നിട്ട് നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ച് പയ്യെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. സുഹൃത്തുക്കളെ, ഈ നിമിഷമാണ് നമ്മൾ സ്വർഗം. ഈ മണ്ണിലാണ് ഭൂമി.
അയ്യോ, എൻ്റെ ഒരു ഗ്ലൗസ് പോയി ഗൈസ്. അതറ കൈ നല്ലോണം ഫ്രീസ് ആവുന്നുണ്ട്. യെസ്, ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങുവാണ്. താഴത്തോട്ട് ഇറങ്ങുമ്പോഴേക്ക് നല്ല വ്യൂ ആ ഫ്രണ്ടിനകത്ത്. സണ്ണ് പോയി, ഡേ ലൈറ്റ് പോയി. രാത്രി ആവണതിന് മുമ്പ് താഴത്തോട്ട് എത്തണം. യെസ്, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാം പുറത്തേന്ന്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ